ഒരു ദിവസം ഒരു അച്ഛൻ തൊട്ടടുത്ത പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോവുക. ആ പള്ളിയിലെ അച്ഛന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. 5 മണിക്കാണ് കുർബാന. അച്ഛൻ ആക്സിഡൻറ്റ് പറ്റി എന്ന് അറിയുന്നത് 4:55. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 3 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഒരുങ്ങി ഏതാണ്ട് 5 മണിക്ക് 2 മിനിറ്റ് ഉള്ളപ്പോൾ പള്ളിയിൽ നിന്ന് മുറി പൂട്ടി ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് കുമ്പസാരിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, എടാ ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ കുർബാനയ്ക്ക് പോവുക. അവിടുത്തെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി. ഒരു 45 മിനിറ്റ് നീ ഒന്ന് കാത്തിരുന്നാൽ ഞാൻ കുർബാന ചൊല്ലി ഉടനെ വരും. അല്ലെങ്കിൽ വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വരൂ. അവിടെ ചെന്ന് കുർബാന കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ കുമ്പസാരിപ്പിച്ച് തന്നെ വിടാം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല അച്ഛാ എനിക്ക് ഇപ്പം തന്നെ കുമ്പസാരിക്കണം. അവൻ വാശി പിടിച്ചു. കാരണം കുമ്പസാരത്തിന് ശാഠ്യം പിടിച്ചാൽ നമ്മളത് അനുവദിക്കാറുണ്ട്. പല കുമ്പസാരങ്ങളും പല ആത്മഹത്യകളിൽ നിന്നൊക്കെ വിടുതൽ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ കുമ്പസാരക്കൂടിനടുത്തേക്ക് പോയിക്കോളൂ, ഞാനിതാ ഒരുങ്ങി ഇപ്പം തന്നെ വന്നേക്കാം. അച്ഛൻ വേഗം ഈ ഊറാലയൊക്കെ എടുത്ത് കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നിരുന്നു. കയറിയിരിക്കുന്ന അച്ഛനൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇവനാകെ കഷ്ടനഷ്ട ദുഃഖത്തിലാണ്. അതുകൊണ്ട് മാരകമായ എന്തോ സങ്കടം ഇവൻ്റെ ഉള്ളിലുണ്ട്. പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാരകമായ പാപങ്ങൾ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി ഈ അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വളരെ നിസ്സാരമായ പാപങ്ങൾ പറഞ്ഞ് കുമ്പസാരിച്ച് പാപമോചനം യാചിച്ച് നിൽക്കാം. അച്ഛൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. കാരണം ഇത് കുർബാന കഴിഞ്ഞിട്ട് കുമ്പസാരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവൻ ശാഠ്യം പിടിച്ചു, കുമ്പസാരിപ്പിച്ചു, പാപമോചനം കൊടുത്തു, പ്രായശ്ചിത്തം കൊടുത്തു. അങ്ങനെ ഈ പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്യുന്നത് കഴിയുന്നതുവരെ അച്ഛൻ ഇങ്ങനെ പുറത്ത് അവനെ കാത്തിരിക്കുന്നതാണ്. കാരണം അച്ഛനന്ന് തൃപ്തിയായില്ല. 2 വാക്ക് പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ച് അച്ഛൻ പുറത്ത് കാത്തിരിക്കുക. ഏതായാലും കുർബാന വൈകി, ഒരു 2-3 മിനിറ്റ് കൂടെ വൈകിക്കോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് അച്ഛൻ ചോദിച്ചടാ, നിനക്കിത് കുർബാന കഴിഞ്ഞിട്ട് കുമ്പസാരിച്ചാൽ പോരായിരുന്നു? അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അച്ഛാ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. എനിക്കൊരു കുഞ്ഞിനെ തമ്പുരാൻ നൽകിയിട്ടുണ്ടായി. ഈ കഴിഞ്ഞ വർഷമാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിൻ്റെ പിറവി, അല്ലെങ്കിൽ ഒരു തുടിപ്പ്, ജീവൻ്റെ തുടിപ്പ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അതിങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. അവൾ ആശുപത്രിയിലാണ്, പ്രസവ സംബന്ധമായി. കുറച്ചു നേരം മുമ്പ് എൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, എടാ നീ ഒരപ്പനായിരുന്നു, ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ പോവാണ് അച്ഛാ. ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ്. ആ കുഞ്ഞിനെ ഈ കയ്യിലേക്ക് എടുക്കുമ്പോൾ പാപത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകരുന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ കുമ്പസാരിക്കാൻ ഇങ്ങനെ ശാഠ്യം പിടിച്ചത്. പ്രിയമുള്ളവരെ, വഴക്ക് പറയാൻ കാത്തിരുന്ന അച്ഛന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അച്ഛൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഒരച്ഛൻ്റെ ആലിംഗനം കൂടെ നിൻ്റെ കുഞ്ഞിനൊരു സമ്മാനമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഒരുപാട് ജന്മങ്ങൾ നടക്കാറില്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളും പലർക്കും പിറവി കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരുക്കത്തോടു കൂടെയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പിറവി കൊടുത്തത്? ഈ കുഞ്ഞെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്. ഈ കുഞ്ഞു മാത്രമല്ല, പലതും ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഈ ദൈവത്തിൻ്റെ സമ്മാനത്തെ നാം ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ യോഗ്യതയോടു കൂടെയാണോ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ളൊരു യോഗ്യത നിനക്കുണ്ടോ എന്ന് ദൈവം പരിശോധിക്കും. ആ യോഗ്യത ഇല്ല എങ്കിൽ അവൻ വീണ്ടും തരാതെ ഇങ്ങനെ മാറി നിൽക്കും. ആ യോഗ്യത വരുന്നത് വരെ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുക. പലപ്പോഴും നാം തിരിച്ചാ ചിന്തിക്കുക, നാം കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി അല്ല, നേരെ തിരിച്ചല്ലേ. കർത്താവ് തരാനുള്ള എല്ലാം തയ്യാറായി നമ്മളുടെ ഒരുക്കത്തിന് വേണ്ടി കർത്താവ് ഇങ്ങനെ കാത്തു നിൽക്കുക. അതിനാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ നമ്മളിങ്ങനെ കയ്യിലേക്ക് സ്വീകരിച്ചപ്പോൾ ഒരുക്കത്തോടു കൂടെയാണോ സ്വീകരിച്ചത് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരുക്കത്തോടു കൂടെ കുരിശിൽ നിന്ന് അമ്മയെ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്.